അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും നമ്മളിവിടെ പോവാണെന്നുള്ളത്. കാരണം നമ്മൾ മാറ്റിപ്പിടിച്ചാണല്ലോ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഏത് ഡ്രസ്സ് ഷോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണെന്ന്. പക്ഷെ അല്ല ഗൈസ്, നമ്മൾ ഇന്ന് ഇവിടെ പോണെന്ന് വെച്ചാല് ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ബർത്ത്ഡേ ഷോപ്പിങ്ങിനാണ് പോണത്. ഈ മാസം 23-ന് നമ്മൾ അയാൻ വെബിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. 3-ാമത്തെ വയസ്സാണ്. അപ്പോൾ അതിനുള്ള ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകാൻ നിൽക്കുന്നത്. അങ്ങനെ അപ്പോൾ അതാ ഉമ്മ ആദ്യം വരുന്നില്ല എന്നും പറഞ്ഞ് നിന്നതാണ് കേട്ടോ. അങ്ങനെ ഞാനും ഇത്താത്തയെ മാറ്റി ഇറങ്ങി. അപ്പോൾ ഇത്താത്തയും ഞാനും സോപ്പിട്ട് ഉമ്മാനെ കൂടി കൂട്ടിയിട്ട് പോവുകയാണ് കേട്ടോ. വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പറഞ്ഞു ഉമ്മ വാ, ഉമ്മ മക്കളൊക്കെ ഉള്ളതല്ലേ, എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റൂല ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഉമ്മാനെയും കൂട്ടി ഈ പൊരിഞ്ഞ വെയിലത്ത് പോവാണ് കേട്ടോ. ഉമ്മക്ക് നല്ല ദേഷ്യം പിടിച്ചിട്ടുണ്ട്. സംഭവം വേറൊന്നുമല്ല, രാവിലെ ഇറങ്ങാണ്ട് ഈ നട്ടുച്ചക്ക് ഇറങ്ങിയതിൽ. അങ്ങനെ അതാ നമ്മളെല്ലാവരും ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ നോമ്പ് 30 ദിവസവും വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് കേട്ടോ. പക്ഷേങ്കിൽ എൻ്റെ കള്ളമടി കാരണമാണ് വീഡിയോസ് ഒന്നും ഇല്ലാത്തത്. അപ്പോൾ ഇതേ നമ്മൾ പോവുകയാണ്. നമ്മൾ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ ബർത്ത്ഡേ ആണ് അയാൻ്റെ. അപ്പോൾ അയാനിക്കും അതേപോലെ സിതാനിക്കും മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സ് എടുക്കണം. അത് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇത്താത്ത മുന്നിൽ പോകുന്നുണ്ട്. ഇത്താത്ത ഉമ്മനോട് സോപ്പിടാൻ വേണ്ടിയിട്ട് ഉമ്മനോട് പറഞ്ഞു ഞാൻ ഓട്ടോ പിടിച്ച് വരാം ഉമ്മ ഇവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം നമ്മളെല്ലാവരും നടന്ന് ഓട്ടോ സ്റ്റാൻഡിലേക്ക് എത്തി കേട്ടോ. ഇതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഈ പൊരിഞ്ഞ വെയിലത്ത് ഈ ഓട്ടോ സ്റ്റാൻഡ് വരെ നടക്കാന്നുള്ളതുണ്ടല്ലോ പഠിച്ചനെ, അതുമല്ലാണ്ട് നോമ്പും പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ നമ്മളിതാ ഓട്ടോറിക്ഷ കയറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ പൂക്കാട് നിന്നാണ് ഡ്രസ്സ് എടുക്കാറുള്ളത്. പക്ഷേ എങ്കിൽ ഈ പ്രാവശ്യം നമ്മൾ കൊയിലാണ്ടിൽ നിന്ന് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മളിതാ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് ഓട്ടോ കയറി ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ബസ് കയറിയിട്ട് പോകണം. അയാൻ ഓൾറെഡി ബസ്സിൽ 2-3 പ്രാവശ്യം എൻ്റെ ഉമ്മാൻ്റെ കൂടെ ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ സിതാൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. സിതാൻക്കൊന്നും മനസ്സിലാകുന്നില്ല ഇത് എങ്ങോട്ടാണെന്നോ എന്താണെന്നോ ഒന്നും. അങ്ങനെ നമ്മൾ ബസ് കയറിയപ്പോൾ തന്നെ അയാൻ ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അയാൻ ഉറക്കിയില്ല. അങ്ങനെ നമ്മൾ കൊയിലാണ്ടിയിൽ ബസ് ഇറങ്ങി അവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ പോണത് ശോഭികയിലേക്കാണ് കേട്ടോ. അപ്പൊ അവിടുന്ന് നമുക്ക് ഡ്രസ്സ് എടുക്കാന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കുലുങ്ങി പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് സിതാൻ ഉറങ്ങി. അയാൻ ഉറക്കം വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുത്തപ്പോൾ മൂപ്പര് ഉറക്കം അങ്ങ് പോയിട്ടോ. തിരിച്ചു വരുമ്പോൾ അങ്ങ് ഉറക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ നമ്മളിത് അവിടെ ശോഭികയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളോട്ട് കയറി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചു രാവിലെ ഉച്ചക്കൊക്കെ പോയാൽ അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ എല്ലാവരും അതേപോലെ വിചാരിക്കുന്നുണ്ട്. ഫുൾ ആൾക്കാർ ആ സമയത്താണ് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മളതാ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി സെക്കൻഡ് ഫ്ലോറിലേക്ക് അങ്ങനെ പോയത്. ഉമ്മാക്കാണെങ്കിൽ കാല് അത്യാവശ്യം വേദനയൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ. പടി കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ അവിടെ ലിഫ്റ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പടി കയറിയത്. അങ്ങനെ അതാ നമ്മൾ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇത്താത്ത നോക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ അയാനും നോക്കുന്നുണ്ട് കേട്ടോ. അയാൾക്ക് പറ്റിയ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അയാൾക്ക് എടുത്തിട്ട് എന്താ പറയുക ബില്ലടിച്ചിട്ട് പോവാമല്ലോ. അപ്പോൾ അയാനും ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനും ഡ്രസ്സൊക്കെ നോക്കി. രണ്ടാൾക്കും ഒരേപോലത്തെ ഡ്രസ്സ് എടുക്കാന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബർത്ത്ഡേന്റെ തീമൊക്കെ ഒരു തീം മീൻസ് വലിയ സംഭവമായിട്ടൊന്നുമല്ല, എന്നാലും ഒരു കളറിൽ നമുക്ക് എല്ലാവർക്കും കൂടെ സെറ്റ് ചെയ്യാന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് നമ്മൾ നോക്കി കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക സിതാനും അയാനും നമ്മൾ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും വന്നതല്ലേ. അപ്പം നോക്കി വന്നപ്പോൾ നമുക്ക് ബർത്ത്ഡേന്റെ ഡ്രസ്സ് കിട്ടിയില്ല. പകരം നമ്മൾ പെരുന്നാൾക്കുള്ള ഡ്രസ്സ് എടുത്തു. പിന്നെ അത് ഉമ്മ ഇപ്പോൾ ഒരു 3/4 എടുത്ത് കാണിച്ചിരുന്നല്ലോ. അല്ലെങ്കിൽ ഗ്രീന് ഉമ്മാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഉമ്മ ആദ്യം തന്നെ 3/4 എടുത്തിട്ട് എന്നോട് പറഞ്ഞു ഇതിന് മാച്ച് ആയിട്ടുള്ള ഡ്രസ്സ് വാങ്ങിക്കോ എന്നുള്ളത്. പിന്നെ ആ 3/4 ഷർട്ടും അതേപോലെ ടീഷർട്ടും തിരയിലായിട്ടും നമ്മളെ പരിപാടി. പിന്നെ അങ്ങനെ അത് കിട്ടാണ്ടായപ്പോൾ നമ്മൾ 3/4 മാത്രം എടുത്തു. പിന്നെ പെരുന്നാക്കിലെ ഡ്രസ്സും എടുത്തു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഇത്താത്തയും ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഡ്രസ്സ് നോക്കി കേട്ടോ. ഞാനും അതിൻ്റെ ഇടയ്ക്ക് നോക്കി. അഥവാ കിട്ടുകയാണെങ്കിൽ പിന്നെ ഈദ് ഷോപ്പിങ്ങും ബർത്ത്ഡേ ഷോപ്പിംഗ് ഒക്കെ ഒരുമിച്ചാക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ ഞാൻ അങ്ങനെ കാര്യമായിട്ട് നോക്കിയില്ല. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കി പോയി. അപ്പം ഞാൻ കണ്ട ഒരു മോഡൽ ഡ്രസ്സാണ് കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ ഒരു ക്ലോത്തിലാണ് വരുന്നത്. പിന്നെ നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ ഈ ഡ്രസ്സിനൊക്കെ. നമുക്ക് എന്താ പറയുക ആ ഒരു ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ ഫുള്ള് ഡ്രസ്സ് എന്താ പറയുക താഴെ കൂടി ഇങ്ങനെ വലിഞ്ഞ് നടക്കും. അത്രയും ലെങ്ത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ തന്നെ വെച്ചു. പിന്നെ ഞാൻ വേറെ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. പക്ഷേങ്കിൽ ഞാൻ കാര്യമായിട്ട് നോക്കിയില്ല. അതാണ് സത്യം. ഞാൻ കാര്യമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടെ തന്നെ ഡ്രസ്സ് എടുത്തേനെ. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഉസ്മാൻ്റെ കൂടെ പോയിട്ട് ഡ്രസ്സൊക്കെ എടുക്കാമല്ലോ എന്നുള്ളത്. അങ്ങനെ അപ്പോൾ ഉസ്മാനും ഡ്രസ്സ് എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് ഡ്രസ്സ് എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ എനിക്ക് വേറെയും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാണ്ട്. അപ്പം നമ്മളിത് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വന്നതാണല്ലോ. പിന്നെ അപ്പം നമ്മൾ മെയിനായിട്ട് അത് തന്നെ ഫോക്കസ് ചെയ്തു. പക്ഷെ നമുക്ക് ബർത്ത്ഡേ ഡ്രസ്സ് കിട്ടിയില്ല ഗീസ്. അങ്ങനെ ഇത്താത്തയെ നോക്കി. ഇത്താത്തക്കും അവിടെ നിന്നും സെറ്റായില്ല. പിന്നെ നമ്മൾ സോഫ കവർ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ സോഫയുടെ മുകളിലിടാനുള്ള ആ ഒരു കവർ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഉപ്പാക്ക് നമ്മൾ ഒരു ഷർട്ടിൻ്റെ ശീല
ഇപ്പം ശീലയാണ് കേട്ടോ എടുക്കുക. മീൻസ് ക്ലോത്ത് എടുത്തിട്ട് ഷർട്ട് അടിക്കുകയാണ് ചെയ്യാറ്. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. ഇപ്പം ഇതുവരെ റെഡിമെയ്ഡ് ഷർട്ടൊന്നും ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അപ്പോൾ ഒരു നല്ലൊരു കളറ് ശീല വാങ്ങി, അതിൻ്റെ കൂടെ തന്നെ ഡബിൾ മുണ്ടും വാങ്ങി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവിടെ നോമ്പില്ലാത്ത അത്തായക്കള്ളിന് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഉണക്കമുന്തിരി, കുരുമില്ലാത്ത ഉണക്കമുന്തിരി വാങ്ങി. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത സന്തോഷത്തിൽ നല്ല അടിപൊളിയായിട്ട് തിരിച്ച് പോവാണ്. പക്ഷേങ്കിൽ നമ്മൾ എടുക്കാൻ വന്ന ഡ്രസ്സ് നമുക്ക് കിട്ടിയില്ല കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ അത് ആ ബില്ലൊക്കെ ആക്കി. പിന്നെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് താഴോട്ട് വന്നു തോന്നുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്, തിരിച്ചു പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ പരിപാടി എന്താ വെച്ചാൽ ഇത്താത്ത പറഞ്ഞു ഇത്താത്തക്ക് ഡ്രസ്സ് എന്തായാലും നോക്കാന്നുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നേരെ ഓട്ടോ കയറി. പിന്നെ ഉമ്മ പറയുന്നുണ്ടായിരുന്നു ഈ മക്കളെയും കൊണ്ട് ഈ ഓട്ടോ ബസ്സൊക്കെ കയറി ഇറങ്ങൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ്. സത്യമാണ് കേട്ടോ. കാരണം എന്താ പറയുക, നമുക്കൊരു പേടി ഉണ്ടാവും മനസ്സിൽ. പിന്നെ ഉമ്മ പറയണ്ടായിരുന്നു പ്യാപ്പിളാരുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു, ആരെങ്കിലും ഒരാളെ കാറിൽ അങ്ങോട്ട് കയറി കുത്തിട്ടാൽ മതിയായിരുന്നു എന്നുള്ളത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ നേരെ സ്റ്റാൻഡിലേക്ക് വന്നു. കൊയിലാണ്ടി സ്റ്റാൻഡ് കാണുമ്പോൾ പിന്നെ എനിക്ക് എൻ്റെ കോളേജ് ലൈഫ് ഓർമ്മ വരും കേട്ടോ. അതെന്താണെന്ന് അറിയില്ല. ഓക്കെ, ഞാൻ കൊയിലാണ്ടി കേട്ടോ പഠിച്ചതൊക്കെ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഇത്താത്തക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഷോപ്പിലൊക്കെ പോയി. അങ്ങനെ അവിടെ നിന്നൊക്കെ നോക്കി അവസാനം ഇത്താത്തൊരു ഡ്രസ്സ് എടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിതാ നേരെ തിരിച്ച് ബസ് കയറാണ്. ബസ് കയറിയപ്പോൾ ഇതാ സിദാനിക്കും അയാൾക്ക് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഇതാ സിദാൻ എന്താ പറയുക, ബസ്സിൽ ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ മൂപ്പർക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. അയാൻ പിന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൂപ്പര് കുറേ നേരം കുലുങ്ങി പേടിച്ച് ഫസ്റ്റ് കയറിയപ്പോൾ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാമത് നമ്മൾ തിരിച്ച് പോകുമ്പോൾ മൂപ്പർക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ അതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കിടന്ന് ഉറങ്ങി. കുലുക്കി നമ്മൾ ഉറക്കിയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കാട്ടിലപ്പേരിക്ക് എത്തിയപ്പോൾ എൻ്റെ കസിൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അവൻ പറഞ്ഞു നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി തരാമെന്ന്. അപ്പോൾ നമ്മൾ കാറിൽ കയറുന്നതിന് മുന്നേ നമുക്ക് നോമ്പ് തുറക്കാനുള്ള പലഹാരങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ അത്രയും ലേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവനോട് ടാറ്റ ബൈ ബൈ സീ യു എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്നു. നോമ്പ് തുറക്കാൻ വിളിച്ചിട്ട് അവൻ വന്നില്ല കേട്ടോ, അതാണ് കാര്യം. പിന്നെ ഒരു ഓട്ടമായിരുന്നു ഗൈസ്, വേറെ ഒന്നുമല്ല. നോമ്പ് തുറക്കാൻ എന്തോ 10 മിനിറ്റ് അങ്ങനെ ഉള്ളായിരുന്നു. അപ്പം നമ്മൾ വേഗം തിരിച്ച് വീട്ടിലേക്ക് എത്തി. വേഗം നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നോമ്പ് തുറന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഡ്രസ്സൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പം എന്തായാലും ടാറ്റ ബൈ ബൈ സീ യു.